ഹായ്, ഞാനിന്നൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. എൻ്റെ വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ആര് കണ്ടാലും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യത്തില്ല. എന്നാലും ഞാൻ കുറച്ച് പേരെയൊക്കെ നിർബന്ധിച്ചിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനും എൻ്റെ അല്ലാതെ സബ്സ്ക്രൈബേഴ്സിനടുത്ത് പറയാനും വന്നതാണ്. വേറൊന്നുമല്ല, എനിക്കൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം 18-നായിരുന്നു. അമ്പലിക്കൽ ഹെർണിയായിരുന്നു കേട്ടോ. എനിക്ക് എന്ന് വെച്ചാൽ പൊക്കിളിൻ്റെ അബ്ഡമിനൽ വാള് മസിൽ വീക്കാവുന്നത് കൊണ്ട് പൊക്കിളിങ്ങനെ തള്ളി വരുന്ന അവസ്ഥയാണത്. അപ്പം അത് പെയിൻ ഉള്ളത് കൊണ്ട് പെയിൻ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു സർജറി ചെയ്താലേ മാറത്തുള്ളൂ. ഹെർണിയൊന്നും നമുക്ക് മെഡിസിൻ കഴിച്ചാൽ മാറുന്ന അസുഖമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സർജറി ഡോക്ടർ സജസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി. 18-ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 20-ന് എൻ്റെ സർജറി കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലിക്കൽ ഹെർണിയല്ലേ, അപ്പോൾ കുറച്ച് ഒരു പൊക്കിളിന് ചുറ്റും ഒരു ചെറിയൊരു ക്ലിപ്പിങ് സംഭവങ്ങളൊക്കെ വരുള്ളൂ. ചെറിയൊരു സർജറി അല്ല. ഞങ്ങളോട് ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞിരുന്നതും 3 ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ വിടാൻ പറ്റും എന്ന് തന്നെയാണ്. പക്ഷേ ഒരു വലിയ സർജറി ആയിപ്പോയി. കാരണം ഹെർണിയ മാത്രമായിരുന്നില്ല, എനിക്ക് ഡയസ്റ്റാസിസ് റെക്ടൈ എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അബ്ഡമിനൽ മസിൽ രണ്ട് വാളും തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നിട്ട്, എന്ന് വെച്ചാൽ അവിടെ ഗ്യാപ്പ് ആവുന്നത് കൊണ്ട് അതിന് രണ്ടിനെയും കൂടെ മസിൽ സ്ട്രെങ്തൻ ചെയ്ത് ഒരു മെഷ് വെച്ച് റിപ്പയർ ചെയ്തതാണ് എനിക്ക് ചെയ്ത സർജറി. അപ്പം ഉള്ളിൽ സ്റ്റിച്ചും പുറത്ത് ക്ലിപ്പുമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കത് വെർട്ടിക്കലായിട്ടാണ് ആ സർജറി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരിക്കാനൊക്കെ, കിടക്കാനും അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്ക് 3 months റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വലിയ ഹെവി ലിഫ്റ്റൊന്നും ചെയ്യാൻ പാടില്ല, വെയിറ്റ് ഒന്നും ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ കുളിക്കുന്നത് പോലും മഗ്ഗിലൊക്കെ കുറേ നേരം കുനിഞ്ഞൊക്കെ കുളിക്കേണ്ടി വരത്തില്ല. അപ്പം അങ്ങനെയൊന്നും പറ്റത്തില്ല. ഷവറിൽ കുളിക്കാൻ പാടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ എനിക്ക് കുനിഞ്ഞിട്ട് വെള്ളം എടുത്ത് കുളിക്കാൻ പാടില്ല. അപ്പം 3 months നല്ല റെസ്റ്റ് വേണം. അല്ലെങ്കിൽ ഈ ഹെർണിയ പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പം നമ്മൾ എന്ത് പ്രഷർ, ഇതിപ്പം അബ്ഡമിനിൽ എന്ത് പ്രഷർ ഉണ്ടായാലും, അല്ലെങ്കിൽ രണ്ടാമതൊരു പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിലും ഇത് പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മെഷ് റിപ്പയർ പോലെ എനിക്ക് സർജറി ചെയ്തിരിക്കുന്നത് ഡോക്ടർ. അപ്പം അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് എനിക്ക് റെസ്റ്റ് വേണം. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ. ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും എന്നെ ഡിസ്ചാർജ് ചെയ്തത് 9 ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന്. 2 ഡ്രെയിൻ ട്യൂബൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പാടായിരുന്നു. ഇപ്പോഴാണ് കുഴപ്പമില്ല, പെയിൻ ഉണ്ട്. എന്നാലും ഒന്ന് എഴുന്നേറ്റൊക്കെ ഇരിക്കാൻ പറ്റുന്നതിനും കുറേ നേരമൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ കുഞ്ഞിന് ഫുഡൊന്നും ഇപ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ 3 days വരെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് അമ്മ പോയപ്പോൾ ഞങ്ങൾ ഒരാളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചേച്ചി, ഒരു ഹെൽപ്പർ, ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അത് കൂടെയാണ്. പക്ഷെ അവനങ്ങനെ ആര് കൊടുത്താലും ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ ബാക്കിൽ പില്ലോ ഒക്കെ വെച്ചിട്ട് കുറേ നേരം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. അപ്പോൾ അത്രയും നേരം ഇരുന്നിട്ട് തന്നെയൊക്കെയാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പം അതിനൊന്നും പ്രശ്നമില്ല. എന്നാലും ഈ ക്ലിപ്പൊക്കെ ഉള്ളത് കൊണ്ട് അവൻ എൻ്റെ കയ്യിൽ ഓടിയൊക്കെ വരും. എടുക്കണമെന്നൊക്കെ നിർബന്ധമൊക്കെ ഉള്ളത് കൊണ്ടാണ് അത്യാവശ്യമായിട്ട് നമുക്കൊരു ആളില്ലാതെ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത്. അല്ലാതെ ഞങ്ങൾ വലിയ പണക്കാരായത് കൊണ്ടൊന്നുമല്ല. അപ്പം ഞാൻ എൻ്റെ വാട്സപ്പിൽ ഈ ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെൽപ്പർ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഇതാണ് കാരണം. പിന്നെ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ നിർബന്ധിച്ചു കുറച്ച് പേരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരൊക്കെ വിചാരിക്കും ഇവളുടെ വെറുപ്പിരൊന്നും കണ്ടില്ലല്ലോ, 2-3 ദിവസമല്ല, ഒരു 10-20 ദിവസമായിട്ട് വെറുപ്പിരൊന്നും കണ്ടിട്ടില്ലല്ലോ
എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പറയാമെന്ന് വിചാരിച്ചു.